Hello dears, we are discussing Social Science 2nd Chapter 5 Ocean and Man. In our last class we discussed about the features of seawater. You have understood that the temperature, salinity and density are the important features of seawater. Today we are going to discuss the movements of seawater. Waves, tides and ocean currents are the movements of seawater. സമുദ്രജലത്തിന് പ്രധാനമായും 3 രീതിയിലുള്ള ചലനങ്ങളാണുള്ളത്. വേവ്സ്, ടൈഡ്സ്, ഓഷ്യൻ കറൻസ്, തിരമാലകൾ, വേലിയേറ്റം, ജലപ്രവാഹങ്ങൾ. വേവ്സ്. Look at the figure 5.3. The up and down motion of water along the surface of the sea is called sea waves. The summit of wave is known as wave crest and bottom part is known as wave trough. The distance between two adjacent crests is the wavelength and vertical distance between crest and trough is the wave height. സീ വാട്ടറിൻ്റെ അപ്പ് ആൻഡ് ഡൗൺ മോഷനെയാണ് സീ വേവ് എന്ന് വിളിക്കുന്നത്. സീ വേവിൻ്റെ ഏറ്റവും ഹയസ്റ്റ് പോയിൻറ്റിനെ ഏറ്റവും ഉയർന്ന ഭാഗത്തെ ക്രസ്റ്റ് എന്നും താഴ്ന്ന ഭാഗത്തെ ട്രഫ് എന്നും വിളിക്കുന്നു. അടുത്തടുത്തുള്ള 2 ക്രസ്റ്റുകൾ തമ്മിലുള്ള അകലത്തെ വേവ് ലെങ്ത് എന്നും ക്രസ്റ്റും ട്രഫും തമ്മിലുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസിനെ വേവ് ഹൈറ്റ് എന്നും പറയുന്നു. The friction exerted by winds on ocean surface is the reason for waves. As the speed of the wind increases, the strength of the wave also increases. Strong waves generated as a result of severe winds such as cyclones causes shelving of shores. You might have read the news in dailies regarding the sea surges during the southwest monsoon season in June and July. കാറ്റുകൾ മൂലം സീ സർഫസിൽ ഉണ്ടാകുന്ന ഫ്രിക്ഷനാണ് സീ വേവ്സിന് കാരണം. കാറ്റിൻ്റെ ശക്തിക്കനുസരിച്ച് തിരമാലകളുടെ ശക്തിയും കൂടി വരുന്നു. വളരെ ശക്തമായ കാറ്റുകളുടെയോ കൊടുങ്കാറ്റുകളുടെയൊക്കെ ഫലമായി ഉണ്ടാകുന്ന ശക്തി കൂടിയ സീ വേവ്സ് തീരപ്രദേശങ്ങളുടെ നാശത്തിന് കാരണമാകുന്നു. കടലാക്രമണം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ജൂൺ ജൂലൈ മാസങ്ങളിൽ സൗത്ത് വെസ്റ്റ് മൺസൂൺ കാലത്ത് കേരള കടൽ തീരത്ത് ഇത്തരത്തിലുള്ള കടൽക്ഷോഭങ്ങൾ, കടലാക്രമണങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. വളരെ ശക്തമായിട്ടുള്ള കാറ്റിൻ്റെ ഭാഗമായിട്ട് ശക്തമായിട്ടുള്ള സീ വേവ്സ് ഉണ്ടാവുകയും അത് കടൽ തീരങ്ങളിലേക്ക് അടിച്ച് അവിടെയുള്ള മണൽ ഒക്കെ വീണ്ടും കടലിലേക്ക് തന്നെ കൊണ്ടുപോകുന്ന ഒരു പ്രവണത ഉണ്ടാകാറുണ്ട്. അതിനെയാണ് കടലാക്രമണം അല്ലെങ്കിൽ തീരങ്ങൾ നശിച്ചു പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകാറുണ്ട്. These sea surges causes severe damages along the shores. Some measures are taken to prevent damage and to protect the lives of people living in the coastal areas. വളരെ ശക്തി കൂടിയ തിരമാലകൾ കടൽ തീരത്ത് വന്നടിക്കുമ്പോഴേക്കും ആ ഭാഗത്തുള്ള മണലിടിഞ്ഞ് കടൽ തീരം നഷ്ടപ്പെട്ടു പോകുന്നതിനും വീടുകൾക്കൊക്കെ നാശമുണ്ടാകുന്നതിനും സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ശക്തി, കടൽ തീരത്തേക്ക് വരുന്ന തിരമാലകളുടെ ശക്തി കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ചില മെഷേഴ്സ് നമ്മൾ സ്വീകരിക്കാറുണ്ട്. അതിലൊന്നാണ് ഡിപ്പോസിറ്റിംഗ് ബൾഡേഴ്സ് അലോങ് ദി സീഷോർ. കടലോരങ്ങളിൽ പാറകൾ നിക്ഷേപിക്കുക. വലിയ കല്ലുകൾ കടൽ തീരത്ത് കിടക്കുന്നത് നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാകും. കടലാക്രമണത്തെ തടയുന്നതിന് വേണ്ടിയിട്ട് ഈ ശക്തി കൂടിയ തിരമാലകൾ തീരത്തേക്ക് വന്നടിച്ച് അവിടുത്തെ മണലെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നത് അല്ലെങ്കിൽ തീരം നഷ്ടപ്പെട്ടു പോകുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് വലിയ കല്ലുകൾ കടൽ തീരങ്ങളിൽ നിക്ഷേപിച്ചിരിക്കുന്നത്. കൺസ്ട്രക്ഷൻ ഓഫ് ഇൻ്റർലോക്കിംഗ് കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സ്. പുലിമുട്ടുകൾ ഉപയോഗിച്ച് നമുക്ക് സീ സർജസിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പ്ലാന്റിംഗ് മാൻഗ്രോവ്സ്. കണ്ടൽ കാടുകൾ വെച്ച് പിടിപ്പിച്ചുകൊണ്ടും നമുക്ക് കടലാക്രമണം തടയാനായിട്ട് സാധിക്കും. കണ്ടൽ ചെടിയുടെ പ്രത്യേകത അത് ഉപ്പുവെള്ളത്തിലും ഉപ്പുള്ള പ്രദേശങ്ങളിലും വളരുന്ന ചെടിയാണ്. അതിൻ്റെ വേരുകൾ മണ്ണിൽ ആഴ്ന്നിറങ്ങുന്നതിനാൽ ശക്തമായിട്ടുള്ള സീ വേവ്സ് കടൽ തീരത്ത് ആഞ്ഞടിക്കുന്നത് തടയുന്നു. The sand moved back and forth by the waves is deposited as sandbars due to the particles being blocked by each other. This is nature's solution to protect the shore from sea surges. തിരകളുടെ പ്രവർത്തന ഫലമായിട്ട് കരയിൽ നിന്ന് കടലിലേക്കും കടലിൽ നിന്ന് കരയിലേക്കും നീക്കം ചെയ്യപ്പെടുന്ന മണൽ അന്യോന്യം തടയപ്പെട്ട് തീരങ്ങളിൽ മണൽ ഭിത്തികൾ രൂപം കൊള്ളാറുണ്ട്. ഇങ്ങനെ രൂപം കൊള്ളുന്ന മണൽ ഭിത്തികൾ കടലാക്രമണത്തെ പ്രതിരോധിക്കാൻ പ്രകൃതി തന്നെ സൃഷ്ടിക്കുന്ന ഒരു മാർഗമാണ്. ശക്തമായിട്ടുള്ള തിരമാലകൾ സീഷോറിലുണ്ടാക്കുന്ന ഡാമേജ് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള മെഷേഴ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഡിപ്പോസിറ്റിംഗ് ബൾഡേഴ്സ് അലോങ് ദി സീഷോർ, കൺസ്ട്രക്ഷൻ ഓഫ് ഇൻ്റർലോക്കിംഗ് കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സ്, പ്ലാന്റിംഗ് ഓഫ് മാൻഗ്രോവ്സ്. Sand moved back and forth by the waves is deposited as sandbars due to the particles being blocked by each other. This is nature's solution to protect the shore from sea surges. You have heard of the tsunami waves that hit the Kerala coast in 2004. The earthquakes and volcanoes on the ocean floor generate monstrous waves that are disastrous.
Such sea waves are known as seismic sea waves or tsunami waves. These waves move at a speed of up to 800 km per hour. 2004 കേരള തീരങ്ങളിൽ അനുഭവപ്പെട്ട സുനാമി വേവ്സിനെ കുറിച്ച് സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മൾ വളരെ വിശദമായിട്ട് പഠിച്ചതാണ്. സീ ഫ്ലോർസിലുണ്ടാകുന്ന എർത്ത് ക്വേക്സിൻ്റെയോ വോൾക്കാനിക് ഇറോപ്ഷൻ്റെയോ ഒക്കെ ഫലമായിട്ടാണ് ഇങ്ങനെയുള്ള വിനാശകാരികളായിട്ടുള്ള വലിയ സീ വേവ്സ് ഉണ്ടാകുന്നത്. ഇത്തരം വിനാശകാരികളായിട്ടുള്ള സീ വേവ്സ് സീസ്മിക് സീ വേവ്സ് ഓർ സുനാമി വേവ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ഇത്തരം സീ വേവ്സ് മണിക്കൂറിൽ 800 കിലോമീറ്ററോളം വേഗതയിലായിരിക്കും സഞ്ചരിക്കുക. Mud bank is a phenomenon that develops in the Arabian Sea during the onset or the end of the monsoon season. Planktons grow luxuriantly in the turbulent muddy water along the seashore during the monsoon rains. School of fish such as shrimp, sardine, and mackerel arrive to feed on the planktons and the mud, giving the fishermen a good catch. This phenomenon is known as the mud bank. ചാകര എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. മൺസൂൺ കാലത്തിൻ്റെ ആരംഭത്തിലോ അവസാനത്തിലോ അറബിക്കടലിൽ രൂപം കൊള്ളുന്ന ഒരു പ്രതിഭാസമാണ് ചാകര അഥവാ മഡ് ബാങ്ക്. ശക്തമായ മൺസൂൺ മഴയിൽ ധാരാളം ചെളി നിറഞ്ഞ വെള്ളം കടലിലേക്ക് ഒഴുകിയെത്തുന്നു. ഈ പോഷകസമൃദ്ധമായ കലക്കവെള്ളത്തിൽ പ്ലാങ്ക്ടോൺസ് ധാരാളമായിട്ട് വളരുന്നു. പ്ലാങ്ക്ടോൺസും ചെളിയൊക്കെ കഴിക്കുന്നതിന് വേണ്ടിയിട്ട് ഷ്രിംപ്, സാർഡൈൻ, മാക്കറിൽ, ചെമ്മീൻ, മത്തി, അയല തുടങ്ങിയ മത്സ്യങ്ങൾ ധാരാളമായിട്ട് കൂട്ടമായിട്ട് എത്തുന്നു. ഈ പ്രതിഭാസമാണ് ചാകര. ലെറ്റ്സ് കൺക്ലൂഡ് ടുഡേയ്സ് ക്ലാസ്. വേവ്സ്, ടൈഡ്സ് ആൻഡ് ഓഷ്യൻസ് ആർ ദി മൂവ്മെൻറ്റ്സ് ഓഫ് സീ വാട്ടർ. വേവ്സ് എന്നുള്ള ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പ് ആൻഡ് ഡൗൺ മോഷൻ ഓഫ് വാട്ടർ along the surface of sea is called sea waves. The summit of the wave is known as the wave crest and the bottom part is known as wave trough. Depositing boulders along the seashore, construction of interlocking concrete structures or pulimuttu, planting mangroves. These are the measures taken to prevent the damage of seashore and to protect the lives of people living in the coastal areas.